ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ പുട്ടുണ്ടാക്കുവാണേ. നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയോ? കഴിച്ചവരുണ്ടോ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനിവിടെ പൊടിച്ച പൊടിയാണേ. അന്നേരം ആ പൊടി ഒന്ന് വറക്കാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ ഈ എന്താ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ചെയ്ത് അരി വെള്ളത്തിലിട്ട് ഇത് 1 കപ്പ് അരിയുണ്ടേ. 1 കപ്പ് അരി ഓവർനൈറ്റ് ഞാൻ കുതിരാൻ വെച്ചു. എന്നിട്ടത് നമ്മുടെ പൊടിക്കുന്ന മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് അതിന് ശേഷം ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കുക. ഒത്തിരി ഇത് ഡ്രൈ ആകണ്ട, കുറച്ച് മതിയേ. ഇവിടെ ഞാൻ എപ്പോഴും ഭയങ്കര ശല്യം ഇവിടുത്തെ കോഴികൾ. അപ്പോൾ അതിൻ്റെ ഒച്ചയാണ് നിങ്ങൾ കേട്ടേ. അപ്പോൾ ഞാനിതൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിനോടൊപ്പം ഞാനവിടെ ചെറുപയർ കുക്കറിൽ നന്നായിട്ട് കഴുകിയിട്ട് ചെറുപയർ കുക്കറിൽ ഉപ്പും കൂടി ഇട്ട് വേഗം വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് പുട്ട് റെഡിയാക്കിയെടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. പണ്ട് എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. എൻ്റെ ആൻറ്റിക്ക് അല്ലെങ്കിൽ എൻ്റെ മാവിക്ക് കടയുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലാണ്. അപ്പോൾ ഞാനൊരു 4ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ആ സമയം, 4, 5ഒക്കെ. അപ്പോൾ ഞാനവിടെ വെക്കേഷൻ ആകുമ്പോൾ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ അവിടേക്കുള്ള കടയിൽ ഇപ്പോൾ ഇവിടെ കറണ്ട് പോയി, അതാ വെട്ടം കുറഞ്ഞ്. അവരുടെ കടയിൽ അവർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രത്യേക ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പുട്ടും ചെറുപയറും പപ്പടും. നല്ല കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കിയിട്ട് വരാം. ഇതിപ്പോൾ റെഡിയായി. ഇപ്പോൾ ഇത് ഇത്രയും മതിയേ. ഒന്നും കൂടെ ഒന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, പലർക്കും അറിയാം, ഒട്ടുമിക്ക പേർക്കും അറിയാം. പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഈ പുട്ടിൻ്റെ പൊടിയാണെങ്കിൽ നമ്മൾ കുറച്ച് നാൾ വെച്ചേക്കാനാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ തന്നെ വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ വെച്ചേക്കാനാണെങ്കിൽ ഇത് കുറച്ചുകൂടെ അങ്ങ് ഡ്രൈ ആയിട്ട് വരണം. നല്ല ചൂടാണ്. അല്ലെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ ഈ പുട്ടിൻ്റെ പൊടി വറക്കുമ്പോൾ നമുക്ക് പുട്ടിൻ്റെ ഒരു മണം വരും. പൊടി നല്ല പാകമായിട്ട് വരുമ്പോൾ ആ പുട്ടിൻ്റെ ഒരു മണം വരും. അപ്പോഴും നമുക്ക് തീ ഓഫാക്കാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അല്ലാത്തവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കൊച്ചുങ്ങൾക്കൊന്നും ഈ വീട്ടിൽ തന്നെ പുട്ട് വറുത്തെടുക്കുന്നതൊന്നും അവർക്ക് അറിയത്തില്ല. പിന്നെ ഇങ്ങനെയൊക്കെ നോക്കി പഠിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ നനയ്ക്കുന്ന പാത്രത്തിനകത്തേക്കിട്ട് ഒരു ബൗളിനകത്തോ എന്തോതിനകത്തൊക്കെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഉപ്പും കൂടി ഇട്ട് ഇളക്കി നനച്ചെടുക്കാം. ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പുട്ട് വാരിയൊക്കെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ? ഞാൻ പുട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ വീട്ടിൽ പൊടിക്കുന്ന പൊടി ആയതുകൊണ്ട് നമ്മൾ എത്ര ഇതായിട്ട് നനയ്ക്കാൻ നോക്കിയാലും ചെറിയ തരിയൊക്കെ കാണും, ഇങ്ങനെ ഉണ്ട പോലെ. അത് സാരമില്ല. ഇത് നമ്മൾ നനയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ ഇങ്ങനെ അമർന്നുണ്ടെങ്കിൽ പുട്ട് നനവ് ഭാഗമായിട്ടുണ്ട്. അത് നോക്കിയാൽ മതിയേ. ഇനി ഞാൻ കുക്കറിൽ വെള്ളം വെച്ചു. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ആവി വരുമ്പോഴത്തേന് നമുക്ക് പുട്ടിൻ്റെ ചിരട്ടപ്പുട്ടിൻ്റെ എനിക്ക് കുക്കറിനകത്ത് ചെയ്യുന്നതാണ്. അല്ലാത്ത പുട്ടുകുറ്റിയും ഇതുകൊണ്ട് ഇതിനകത്താകുമ്പോൾ എളുപ്പമാവും. കണ്ടോ? തണുത്തിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് ആക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാമേ. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി വരാൻ തുടങ്ങി. ആവി വരട്ടെ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. പയറും പുട്ടും കണ്ടോ? ഞാൻ ഒരു കാര്യം കൂടെ കാട്ടിത്തരാമേ. നമ്മളിപ്പോൾ പയറും പുട്ടും ഞാൻ പപ്പടം ഉപയോഗിക്കത്തില്ല. പപ്പടം എനിക്കിഷ്ടമാണ്. പക്ഷേ പ്രഷർ വന്നാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പപ്പടം അധികം കഴിക്കാറില്ല. അതിന് പകരം പഞ്ചസാര ഇട്ട് കഴിക്കുന്നവരുണ്ട്. ഞാൻ പഞ്ചസാരയും മധുരത്തോടും എനിക്കത്ര താല്പര്യമില്ല. എന്നാൽ നമുക്ക് കുറച്ച് മധുരം വേണമെന്ന് തോന്നിയാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം.
കണ്ട് ഇത് കണിയാണ്. നമുക്കൊരു നല്ല ഒറിജിനൽ കിട്ടണം, അല്ലാത്ത പഞ്ചസാര കലക്കിയത് കൊള്ളത്തില്ല നമുക്ക് എടുക്കുന്നത്. അത് നമുക്ക് ഈ പൊട്ടിൻ്റെ മുകളിലോട്ട് ശകലം ഒഴിച്ചു കൊടുത്തിട്ട് പൊട്ടും പിന്നെ പയറും കൂട്ടി നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ഓക്കെ, ബൈ. എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും